അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. നമസ്കാരം. ഇന്ന് വ്യാഴാഴ്ച അർജുൻ അസോസിയേറ്റ്സ് അവതരിപ്പിക്കുന്ന വാസ്തുഭവനം എന്ന ഈ പരിപാടി കാണുവാനും കേൾക്കുവാനും വേണ്ടി ഈ ചാനലിന് മുന്നിലെത്തിയിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് പതിപോലെ നമ്മോടൊപ്പം നിങ്ങൾക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും ഏറ്റവും നല്ല ഗൃഹങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് നമുക്ക് അറിവുകൾ നൽകുന്ന ശ്രീ അർജുൻ സാർ നമ്മോടൊപ്പം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരുന്നു. നമസ്കാരം സാർ. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിപാടി അതേ ശ്രീ അർജുൻ സാർ എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് ധാരാളം വീടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർമ്മിക്കുന്ന ഒരു പ്രശസ്ത എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസൾട്ടേഷനിലാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാ എപ്പിസോഡിലും ധാരാളം ആൾക്കാർ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ പറഞ്ഞു നിർത്തിയ ഒരു സബ്ജക്റ്റിലോട്ട് ഞാൻ സാറിനോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. നമസ്കാരം സാർ. സാർ, അതായത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു 3 സ എന്നൊരു വളരെ വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് സാർ പറയുകയുണ്ടായി. അതായത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഈ 3 സ നമ്മൾ മനസ്സിൽ കണ്ടാൽ മാത്രമേ ഒരു നല്ല ഗൃഹം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞ അപ്പൊ അതിൽ ഒരു സ നമ്മൾ കഴിഞ്ഞ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. സൗകര്യം ഈ പിന്നെ 3 സ എന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞ ഇത് കാണാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ അറിവിന് വേണ്ടി വിശദീകരിക്കാം. ഇപ്പോൾ സാധാരണ ഒരു വീട് പണിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഉള്ള ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ 3 സ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് സന്തോഷം, സൗകര്യം, സന്തോഷം. അടുത്ത് മൂന്നാമത്തെ സ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ സാമ്പത്തികം. അപ്പോൾ ഇതിൽ ആദ്യം സൗകര്യം, അത് സാമ്പത്തികം, പിന്നെ സന്തോഷം. അങ്ങനെയാണ് വരുന്നത്. സാമ്പത്തികം കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ ഈ 3 സായും കൂടെ ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ഐശ്വര്യമുള്ള ഒരു ഗൃഹം അല്ലെങ്കിൽ ഒരു പാർപ്പിടം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ഇത് 3 പിന്നെ ഘടകങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്ലാനിങ്ങിൽ പോയി അവസാനം അത് പൂർത്തീകരിക്കുമ്പോഴാണ് ഈ ഏറ്റവും ഐശ്വര്യമുള്ള സമാധാനമുള്ള ഒരു വീട് കിട്ടുമെന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് സൂചിപ്പിച്ചത്. അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ സൗകര്യമാണ്. അപ്പോൾ ആ സൗകര്യത്തിൽ പെട്ടതാണ് അതിൻ്റെ ഡിസൈനിങ് മുതൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന ഘട്ടം വരെ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നത് മുതൽ അതിൻ്റെ അപ്രൂവൽ എടുക്കുന്ന ഒരു സ്റ്റേജ് വരെയുള്ള ഘടകം, അതാണ് സൗകര്യം. അപ്പോൾ ആ സൗകര്യങ്ങൾ അതിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിലേക്ക് ഏതൊക്കെ കാര്യങ്ങൾ വരും? ഒന്ന്, നമുക്ക് നിലവിലുള്ള പറമ്പ്. അപ്പോൾ എവിടെയാണ് വീട് വയ്ക്കാൻ സൗകര്യം? അതെ. അപ്പോൾ ആദ്യം നമ്മളെ കയ്യിലുള്ള വീട് വയ്ക്കാൻ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പ്ലോട്ടിൻ്റെ രീതി, അത് വാസ്തുശാസ്ത്രപരമായിട്ട് യോഗ്യമാണോ അല്ലയോ, ഇനി ഒരു പക്ഷേ അല്ലെങ്കിൽ തന്നെ അത് എങ്ങനെ നമുക്ക് ഇതിലേക്ക് ക്രമീകരിക്കാം. അല്ലാത്ത ലാൻഡുകൾ നമുക്ക് തീർച്ചയായിട്ടും ഭൂമി ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് എല്ലാം ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ശാസ്ത്രവിധി എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ പിന്നെ വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന പറമ്പിൻ്റെ ചരിവിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ച പോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അത് സൂര്യപ്രകാശത്തെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ പിന്നെ ഏറ്റവും വലിയ ഒരു എനർജിയാണ്. അപ്പം നമുക്ക് ദൈനംദിനമുള്ള അല്ലെങ്കിൽ ഈ ലോകം തന്നെ നമ്മൾ ഇത് കാണുന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ എനർജിയാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ ഊർജം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് മുതൽ ഇപ്പോഴും അങ്ങനെ. അത് തന്നെയാണ് ശാസ്ത്രം. അപ്പോൾ സൂര്യപ്രകാശം, ഉദയസൂര്യൻ്റെ രശ്മി കിട്ടുന്ന ഒരു സ്ഥലത്ത് വീട് പണിത് ഐശ്വര്യമാണെന്നാണ് ഈ ശാസ്ത്രം കൊണ്ട് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞ കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമിയും വടക്കോട്ട് ചരിഞ്ഞ ഭൂമിയും അതിന് ഉത്തമമാണ്. കാരണം ഉദയസൂര്യൻ്റെ രശ്മി രാവിലെ കിട്ടും. അപ്പോൾ തിരിച്ചാണെങ്കിൽ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ചരിഞ്ഞ ഭൂമിയാണെങ്കിൽ നിഴലല്ലേ കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഒരു കോളർ ഉണ്ട്. ഹലോ 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 സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ പേര്? ഹലോ. പേര് പറയൂ സാർ. അമൽ. മിസ്റ്റർ അനിൽ. അമൽ എവിടെന്നാ വിളിക്കുന്നത്? ആറ്റിങ്ങൽ. ഓക്കെ സാർ, ചോദിച്ചോളൂ. ഏതായാലും ഈ പരിപാടിയിലേക്ക് വിളിച്ചതിൽ സന്തോഷം. എന്താണ് അറിയേണ്ടത്? നമ്മൾ ഈ പഴയ വീടില്ലേ, പഴയ വീട്, ആ പഴയ വീട് നിർത്തിക്കൊണ്ട് റൂം അടക്കാമോ എന്ന് അറിയണായിരുന്നു. അത് എടുക്കാമല്ല. അത് പക്ഷേ നമുക്ക് അതിനകത്ത് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ശാസ്ത്രവിധി പ്രകാരമാണെങ്കിൽ നമ്മളിപ്പോൾ അതിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു പഴയ രീതിയിൽ പിന്നെ ഏതെങ്കിലും പിന്നെ ഒരു കണക്കനുസരിച്ചിട്ടുള്ള ഒരു വീടാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ശാസ്ത്രത്തിൻ്റെ അടുത്ത പിന്നെ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് അല്ലെങ്കിൽ അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ കൂട്ടിച്ചേർക്കൽ വേണ്ടത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പഴയ കാലത്ത് വീടുകൾ നാലുകെട്ടല്ലാതെ തന്നെ വീടുകളെല്ലാം മരം കൊണ്ട് കഴുക്കോലും ഉത്തരവും ഒക്കെ കൊടുത്ത് ചെയ്യുന്നതിന് വാസ്തു അനുസരിച്ചിട്ട് അവരൊരു കണക്ക് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീടിനെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അടുത്ത പിന്നെ അളവിലേക്ക് അത് കൊണ്ടുവരുന്ന രീതിയിൽ അത് ചെയ്യട്ടെ എന്ന് അത്രേ ഉള്ളൂ. കൂട്ടിച്ചേർക്കുന്നതിൽ തെറ്റില്ല. അത് 50 വർഷത്തോളം അത് തന്നെ. അപ്പോൾ അത് സാധാരണ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കോൺക്രീറ്റ് വീടായിരുന്നാലും അതിലൊരു കൂട്ടിച്ചേർക്കൽ വരുമ്പോൾ ചുറ്റളവ് ഒന്ന് പരിശോധിച്ചിട്ട് അത് നമുക്ക് ഉത്തമമായ ഒരു കണക്കിലേക്ക് കൊണ്ടുവന്ന് എക്സ്റ്റൻഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഹലോ മിസ്റ്റർ അമൽ, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്ങുമായിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് സാറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞങ്ങൾ അതിനകത്ത് അവസാനം പറയാം. ഈ പരിപാടി അവസാനം വരെ കാണുക. അത് കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ചിട്ട് അതിൻ്റെ ഡ്രോയിങ്ങുമായിട്ട് സാറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ സാറ് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, വിളിച്ചിട്ട് നന്ദി. ഈ പരിപാടി തീരുന്നവരെ കാണുക. താങ്ക് യു സർ. സാർ, അപ്പോൾ സായര കാര്യമില്ല, ഇപ്പോൾ സൗകര്യം. അപ്പം നമ്മൾ ആ സൗകര്യത്തിൽ ആദ്യം പറമ്പ് സെലക്ട് ചെയ്യുന്നത് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയാം. അപ്പോൾ ആദ്യം എവിടെയാണ് വീട് വയ്ക്കാൻ ഉത്തമ ഭൂമി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ പ്ലാനിങ്ങിൽ വന്നു. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഏരിയയിലുള്ള, അപ്പം ഞാൻ 1000 സ്ക്വയർ ഫീറ്റിൽ 5000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റേഞ്ചിൽ ആളുകൾ വീട് പണിയാറുണ്ട്. ഓരോരുത്തർ സാമ്പത്തികം, അവരുടെ സൗകര്യങ്ങൾ. അപ്പോൾ ആ പ്ലാന് തയ്യാറാക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സൗകര്യങ്ങളാണ് അതിനകത്ത് വേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മുൻ നിശ്ചയത്തോടെ തന്നെ പോകണം. കാരണം ഉദാഹരണത്തിന് ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണെങ്കിൽ അവർ എത്ര അംഗങ്ങളുണ്ട് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി 2 ബെഡ്റൂം ആ സൗകര്യങ്ങൾ ചെയ്യുക. ഇത്രയേറെ സൗകര്യം, അപ്പം റൂമിന്റെ സൈസ്, അപ്പൊ അതൊക്കെ വാസ്തുവിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതങ്ങനെ അത് സാർ അത് കണക്കാക്കിയിട്ടാണ് പ്ലാൻ വരയ്ക്കുന്നത്. അതെ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സൗകര്യം നോക്കിയിട്ട്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ വിശദമായിട്ട് പറഞ്ഞു. എങ്കിലും അപ്പോൾ പ്ലാന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അതിൻ്റെ അപ്രൂവൽ സ്റ്റേജിലേക്കായി. അപ്പോൾ നമുക്ക് അതിനെ കോർപ്പറേഷനോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ നിയമപ്രകാരമുള്ള സെറ്റ് ബാക്ക് വിടണം. അപ്പോൾ ഈ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു പിശാച വീതി എന്ന് പറഞ്ഞ ചുറ്റളവ് വരുന്നുണ്ട്. അപ്പോൾ ഒരു പറമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ പറമ്പിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്ന 9 വീതികളുള്ളതിൽ ഒരു വീതി ഒഴിവാക്കിയിട്ടേ നിർമ്മാണം പാടുള്ളൂ എന്നാണ്. ശരി. അപ്പോൾ ആ പറമ്പിന്റെ വിസ്താരം എടുത്ത് അതിനെ ഒരു സ്ക്വയർ ആക്കിയിട്ട് ആ സ്ക്വയറിൽ പദങ്ങളായിട്ട് 8 9 10 അംശിച്ചിട്ട് അതിൽ ഒരു പദത്തിന് ഒഴിവാക്കിയിട്ടായിരിക്കും. അത് തന്നെയാണ് നമ്മൾ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പറയുന്ന സെറ്റ് ബാക്ക് മിനിമം 1 മീറ്റർ വരും എന്ന് വെച്ചാൽ 10 മീറ്റർ വീതിയുള്ള ഒരു പറമ്പിൽ അതിന്റെ ഇത് വരുമ്പോൾ 1 മീറ്റർ വരും. അപ്പോൾ 1 മീറ്റർ വിടാതെ നമുക്ക് വീട് പണിയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാന് തയ്യാറാക്കിയിട്ട് രണ്ടാമത്തെ ഘട്ടമാണ്. അപ്പോൾ പ്ലാന് നമുക്ക് തീരുമാനം. അപ്പോൾ ഈ പ്ലാന് തീരുമാനം എടുക്കുമ്പോൾ തന്നെ അത് വ്യക്തമായിട്ട് അതിൻ്റെ ഡിസൈനറും വീട് പണിയുന്നവരും തമ്മിൽ ശരിക്കും അതിനെപ്പറ്റി ചർച്ച ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ 2 3 പ്രാവശ്യം മനസ്സ് ചെയ്യുക. അതിൽ അവരുടെ തൃപ്തികരമായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നതാണ് സാമ്പത്തികം. അത് ശരി, പ്ലാനായി. അപ്പോൾ പ്ലാന് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് വരച്ച് ഹാൻഡ് ഓവർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഇത് നമ്മൾ ആവണേന് ഞാൻ എൻ്റെ ഒരു പ്രോസസ്സാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏകദേശം പ്ലാനൊക്കെ ആയി കഴിയുമ്പോൾ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ നമസ്കാരം സാർ, പേരും സ്ഥലവും ഒന്ന് പറയാം. ഞാൻ എന്റെ മകന് വേണ്ടി അല്ല, പേരൊന്ന് പറഞ്ഞു മേഡം, പേരും സ്ഥലവും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്റെ മകന് വേണ്ടി ഒരു വീട് വെച്ച് ചോദിച്ചോളൂ. അപ്പം ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ വീട് വെച്ചത്. വെച്ച് ഏതാണ്ട് ഒരു നല്ല 2 നിലയാ. അപ്പൊ ഫ്രണ്ടിലാ, ഞാൻ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലാ വെച്ചത്. അപ്പൊ വെച്ച് ഏതാണ്ട് കുറ്റം തീർന്നപ്പോഴത്തെ എന്റെ മകൻ അങ്ങ് മരിച്ചുപോയി. അത് വീടിന്റെ ദോഷം കൊണ്ടാണോ? അത് സാധാരണ അത് എവിടെയാ വീട് പണിതിരിക്കുന്നത്? എവിടെയാണ് സ്ഥലം? അപ്പൊ അതിൽ നമുക്ക് എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയാനുള്ളത്, ഇപ്പോൾ ഒരു നിലവിലൊരു വീട് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു വീട് വെക്കുന്നതിലും ദോഷമല്ല. നമുക്ക് വാസ്തുശാസ്ത്ര പ്രകാരം ഒരു പറമ്പിലൊരു വീട് പണിതാൽ അതിൻ്റെ തൊട്ടടുത്തൊരു വീട് പണിയുമ്പോൾ ഇതിൻ്റെ കർണസൂത്രം എന്നൊക്കെ പറയുന്ന മധ്യസൂത്രം, കർണസൂത്രം എന്ന് പറഞ്ഞാൽ ചില സൂത്രവേദങ്ങൾ നമ്മളെ വീടിനെ സംബന്ധിച്ച് വാസ്തു നോക്കിയാൽ ഇല്ലെങ്കിലും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദോഷം സൂത്രവേദങ്ങൾ അടുത്ത വീടിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ദുർനിമിത്തങ്ങളും ഈ ദുര്യോഗങ്ങളും സാധാരണ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത് എനിക്ക് നേരിട്ട് കാണാതെയും
ഇതെങ്ങനെയാണെന്നുള്ള അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. മിക്കവാറും ഒരു പറമ്പിൽ വീട് വെച്ചിട്ട് തൊട്ടടുത്തൊരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ദിശയൊക്കെ നോക്കി അതിൻ്റെ ഒരു വീടിൻ്റെ കർണം കോർണർ ടു കോർണർ വരുന്നത് മറ്റേ വീടിനെ ദോഷം വരുന്ന തരത്തിൽ വരാതെ ഒഴിവാക്കിയൊക്കെയാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങൾ മാറിക്കിട്ടും. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരിട്ട് കണ്ടാലേ എനിക്ക് അത് പറയാൻ പറ്റുള്ളൂ. അല്ല, വീടും മിക്കവാറും എല്ലാം കുറ്റം തീർന്ന് കിടക്കുക, പാല് കാച്ചിയില്ല. ഇനിയിപ്പോ പാല് കാച്ചുന്നോണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ ഇല്ലേ? അത് ശരിക്കും അതിനെ ഇപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് എവിടെ വന്നാൽ കാണാൻ പറ്റും. എനിക്ക് ഓഫീസ് പട്ടത്താണ്, തിരുവനന്തപുരത്താണ് എൻ്റെ ഓഫീസ്. നിങ്ങൾ നിലവിലുള്ള തിരുവനന്തപുരത്താണ്, പട്ടത്ത് തേക്കുമോട്. അപ്പൊ ഈ പ്രോഗ്രാമിൽ തന്നെ അതിന്റെ അഡ്രസ്സൊക്കെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് എന്നെ ബന്ധപ്പെട്ടോളൂ. മാഡം ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാറിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഞങ്ങൾ മെയിൽ ഐ ഡി ഒക്കെ ഈ പരിപാടി അവസാനം വരെ കാണുക. ആ ഫോൺ നമ്പറൊക്കെ അവസാനം കാണും. എന്താ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ സാറ് സംസാരിക്കുമ്പോൾ സാറിന്റെ പേരിന്റെ താഴെ ഒരു ഫോൺ നമ്പർ വരും. ഓക്കെ, 8 തുടങ്ങുന്ന നമ്പർ, അതൊന്ന് എഴുതിയെടുത്തോളൂ. പരിപാടി കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ചിട്ട് നേരിട്ട് ഒന്ന് കണ്ടോളൂ, അതിന്റെ ഡ്രോയിങ് എല്ലാം കൊണ്ടുവന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ, വിളിച്ചതിന് നന്ദി. പരിപാടി അവസാനം വരെ കാണുക. താങ്ക് യു സാർ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. Arjun Associates, Vastu Bhavanam. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തു ഭവനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത വാസ്തു ബിൽഡറായ അർജുൻ അസോസിയേറ്റ്സ് ആണ്. അതോടൊപ്പം തന്നെ സെറ ലൈഫ് സ്റ്റൈൽ ഗാലറിയുടെ സരസ്വതി എന്റർപ്രൈസസ്, പിന്നെ അതുപോലെ ലക്ഷ്മി ഇലക്ട്രിക്കൽസ്, വളരെ പ്രശസ്തമായ രീതിയിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, തേക്ക് തടികളാൽ നിർമ്മിതമായ ഫർണിച്ചറുകൾ കിട്ടുന്ന സ്ഥലമാണ്. അവരാണ് എൻ്റെ കോ സ്പോൺസേഴ്സ്. താങ്ക് യു. സോ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ആ മാഡം, പേരും സ്ഥലവും ഒന്ന് പറഞ്ഞിട്ട് സാറിനോട് ചോദിച്ചോളൂ. പേരൊന്ന് പറയാം. പാലക്കാട്. ഓക്കെ, ചോദിച്ചോളൂ, സാറുണ്ട് ചോദിച്ചോളൂ. എന്താണ് അറിയേണ്ടത്? ഹലോ മാഡം, ചോദിച്ചോളൂ. സാർ, പിന്നെ ഞങ്ങള് ഒരു 6.5 സെന്റ് സ്ഥലത്തിന് ഒരു വീട് വെച്ച് കിട്ടിയിട്ടുണ്ട് സാറേ. കേൾക്കണ്ടോ? പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അപ്പൊ ആ വീടിന് ഞങ്ങൾക്ക് ഫ്രണ്ടിലത്തെ ഒരു റൂം, ഒരു ഹാളും എടുക്കണം എന്നുള്ളൊരു മോഹമുണ്ട്. അപ്പൊ അത് കുറച്ച് അങ്ങോട്ടും കൂടെ നമ്മൾ നോക്കി, നമ്മള് ആശുപത്രികളെ കുറിച്ച് നമ്മുടെ കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ നോക്കിച്ചപ്പോ എടുക്കാന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഭവനം പൊളിച്ചിട്ട് പുതിയത് പണിയുന്നതിലാണോ കൂടുതൽ നല്ലത്, അതോ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിലാണോ നല്ലത് എന്ന് ഇതിപ്പോ നമുക്ക് മൊത്തത്തിൽ ഉള്ള സ്ഥലം 6.5 സെന്റ്. ഇപ്പൊ ഇരിക്കുന്ന വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 650 സ്ക്വയർ ഫീറ്റ്. 600. അതിലെന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത് ഇപ്പോ നിലവിലുള്ളത്? 414. അല്ല, അത് തീരെ ചെറുതാണല്ലോ. 414 സ്ക്വയർ ഫീറ്റ് ആണോ? ഇനിയിപ്പോ നമുക്ക് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കേണ്ടത് എന്തൊക്കെയാണ്? ഹാളും സിറ്റ് ഔട്ടും, മാസ്റ്റർ ബെഡ്റൂം. ഇതിപ്പോ ഈ വീട് പണിതിരിക്കുന്ന ഈ 6.25 സെന്റില് അതിന്റെ ബാക്കിലായിട്ട് ഫ്രണ്ടിൽ സ്ഥലം കിടപ്പുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ബാക്കിലുള്ള സ്ഥലത്തിൽ എനിക്ക് കിച്ചൺ എടുക്കണമെന്നുണ്ട്. കിച്ചണായിട്ട് എനിക്ക് കണ്ടെങ്കിലും ഞാനത് ആയിട്ടില്ല. അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് താൽക്കാലികമായ ഒരു കെട്ടിടം കെട്ടിയത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 6.25 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു പ്ലാനും അതിൻ്റെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അടുത്തൊരു കൂട്ടിച്ചേർക്കൽ, അടുത്തൊരു അതിലേക്ക് റിനോവേഷനിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തമായ ഒരു പ്ലാന് തയ്യാറാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കാരണം നമുക്ക് പിന്നെ ഡൗട്ട്സുകളൊന്നും വരത്തില്ല, അധികം പാഴ്ചെലവുകൾ വരത്തില്ല. അതിൽ എങ്ങനെയൊക്കെ പ്ലാൻ ഞാൻ നോക്കിച്ചു സാറേ. പ്ലാൻ നോക്കിച്ചപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എന്റെ ഹാളൊക്കെ ഇങ്ങനെ പകുതി പോകും. എനിക്കത് പോകാനൊരു വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളത്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളത് അയച്ചു തന്നാൽ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു നിർദ്ദേശം തരാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഹലോ മാഡം, സാർ പറഞ്ഞത് കേട്ടായിരുന്നല്ലേ? ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇതിനകത്ത് സാറിന്റെ ഒരു നമ്പർ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. 8 എന്ന ഡിജിറ്റിൽ തുടങ്ങുന്ന നമ്പറാണ്. അത് കുറിച്ച് വെച്ചോളുക. അത് പരിപാടി കഴിഞ്ഞിട്ട് സാറ് തിരുവനന്തപുരത്താണ്, പട്ടം തേക്കുമൂന്നാണ് സാറിൻ്റെ ഓഫീസ്. ഈ പരിപാടി കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ചോളൂ. എന്താ ചെയ്യണമെന്നുള്ള വിശദമായിട്ട് സാർ പറയും. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി. പരിപാടിയിൽ തുറന്നു പോകുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ സാമ്പത്തികം. അപ്പോൾ നമ്മൾ സൗകര്യം കഴിഞ്ഞു, സാമ്പത്തികം വരുമ്പോൾ ആദ്യം ബഡ്ജറ്റ് ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റിൽ 5000 സ്ക്വയർ ഫീറ്റുള്ള പ്ലാൻ തയ്യാറാക്കുമ്പോൾ പലരുത്തരും അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. അപ്പോൾ പ്ലാനിൽ ഏരിയ എടുക്കുമ്പോൾ നമ്മൾ എത്ര വലിപ്പം ഉണ്ടെന്ന് നോക്കുമ്പോൾ സാമ്പത്തികം കൊണ്ട് അതിനകത്ത് കണക്ട് ചെയ്ത് വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഉദാഹരണത്തിന് 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു സാധാരണ വീട്,
അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഇതുകൊണ്ട് പറയുകയാണ്, ഒരു 2 ബെഡ്റൂമും അത്യാവശ്യമുള്ള മറ്റേ ഹാളും ഡൈനിങ്ങും കിച്ചണും ഒക്കെ കൂടെ ഉൾപ്പെടുത്തി 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാൻ പറ്റും. അതിനെ ഇന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ നിലവിൽ ഇപ്പോൾ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15 ലക്ഷം മുതൽ 20 ലക്ഷത്തിനകത്ത് ആ പണി പൂർത്തിയാക്കാനായിട്ട് നമ്മൾ അതിനകത്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ ബഡ്ജറ്റ് വരുന്ന ആ വീട് വയ്ക്കാൻ്റെ ആളിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് എടുത്ത് ഇത്ര രൂപ കൊണ്ട് അത് തീരും. ഇപ്പോൾ ഉദാഹരണത്തിന് അത് അവർക്കൊരു 15-നും 20-നും ഇടയ്ക്കായിരിക്കും അവരുടെ ബഡ്ജറ്റ് എന്ന് വെച്ചു. അപ്പോൾ ആ 15-നാണെങ്കിൽ അത് എങ്ങനെ ലിമിറ്റ് ചെയ്യണം? അപ്പൊ അതിൽ 20 അവർക്ക് 15 ഉള്ളൂ. അപ്പൊ 15 ഉറുപ്പിക, അപ്പോൾ 1500 രൂപ സ്ക്വയർ ഫീറ്റിന് തീർക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകരുതൽ വേണം? പിന്നെ അപ്പൊ അത് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട മരത്തിന്റെ കാര്യത്തിലായാലും ഫ്ലോറിന്റെ കാര്യത്തിലായാലും സാനിറ്ററി ഫിറ്റിങ്സ് ആയാലും ഇഷ്ടികയാണെങ്കിലും റൂഫ് എങ്ങനെയുള്ളതായിരിക്കണം, പാഴ്ചെലവ് കുറച്ച് എങ്ങനെ ചെയ്യാം. അതേസമയം അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ 1000 സ്ക്വയർ ഫീറ്റിനെടുത്തു. 1000 സ്ക്വയർ ഫീറ്റ് അവർക്ക് ഒരു 2000 പിന്നെ ഒരു 20-25 ലക്ഷത്തിനകത്ത് ചിലവാക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അത് ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ അവർക്ക് ഐഡിയ കൊടുക്കുക. അപ്പോൾ അത് ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഏതെല്ലാം തരത്തിലുള്ള മെറ്റീരിയൽ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അങ്ങനെ കൃത്യമായ ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് സാമ്പത്തികം ക്ലിയർ ചെയ്തിട്ട് വേണം പ്ലാൻ ഫൈനലൈസ് ചെയ്ത് നമ്മൾ അവർക്ക് കൈമാറേണ്ടത്. അപ്പോൾ വീട് വയ്ക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വീട്ടുടമസ്ഥനും ഈ ഡിസൈനറും തമ്മിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ള കാശ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പണി പൂർത്തിയാക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ഇതിൻ്റെ സമയം. അപ്പോൾ ബഡ്ജറ്റ് തീരുമാനിച്ച് പിന്നെ ഉള്ളത് എന്ത് സമയം കൊണ്ട് ഇത് തീർക്കാം, എത്ര സമയം കൊണ്ട് തീർക്കാം. ഏറ്റവും ചുരുങ്ങിയ പീരീഡ് കൊണ്ട് നമ്മൾ പണി തീർക്കണം, അത്രയും ലാഭകരമാണ്. അപ്പൊ അതിന് നമുക്കൊരു ടൈം കൂടുന്തോറും സാധനങ്ങളുടെ വില കൂടും, എല്ലാ രീതിയിലും പാഴ്ചെലവുകൾ കൂടും. അപ്പൊ ഇതെല്ലാം ഒരു കറക്റ്റ് പ്ലാനിങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ സാമ്പത്തികത്തിൽ വരുന്നതാണ് ഈ 2 കാര്യങ്ങൾ. ഒന്ന് അതിന്റെ ബഡ്ജറ്റ് തീരുമാനിക്കുക. ഞാൻ ചോദിച്ചോട്ടെ സംശയം, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഇതൊരു 1000 സ്ക്വയർ ഫീറ്റ് അതെയാണ് 1000 ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതൊരു മിനിമം നമുക്ക് എത്ര സമയം കൊണ്ട് സാറ് തീർക്കാം? നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഇതില്ലാതെ 8 മാസം മതി. 8 മാസം കൊണ്ട് നമുക്ക് വീട് പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ ആ സമയം നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അറേഞ്ച് ചെയ്ത് പോകുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം ബേസ്മെന്റ് കെട്ടി കുറേ ദിവസം ഇടുക, അല്ലെങ്കിൽ കുറേ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പാഴ്ചെലവ് വരും. അപ്പോൾ ഈ ലേബർ കോൺട്രാക്ട് കൂടും. പിന്നെ ഉള്ളത് ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഒരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമായിട്ട് ഇതെല്ലാം ധാരണയോടുകൂടി ഒരു നല്ല കൺസൾട്ടന്റിനെ ബന്ധപ്പെടുത്തി കഴിയുന്നതും ഇടയ്ക്ക് ബ്രേക്ക് ഇടാതെ. അപ്പോൾ സാധാരണ ഈ പണ്ട് കാലത്തൊക്കെ ഇപ്പൊ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഇതിന് പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് ആ ഒരു ടെക്നോളജി ഒരു മിക്കവാറും ഉള്ളൊരു കോൺട്രാക്ടറോ അതുപോലുള്ള ഒരാളോ അതിന്റെ പണി ഏറ്റെടുത്തിട്ട് അവരുടെ താല്പര്യങ്ങൾ ഇതിനകത്ത് ഏൽപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ വരണം. അപ്പോൾ ഒരു വ്യക്തമായ ബഡ്ജറ്റ് നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ സമയം കൂടെ കൃത്യമായി പാലിച്ചിട്ട് അത് ഒരു കൺസൾട്ടന്റ് ആരായാലും ഒരു നല്ല ഒരു എഞ്ചിനീയറോ ആർക്കിടെക്ട് ഫേമിനെ ബന്ധപ്പെടുത്തിയാൽ അവർക്ക് എത്രയായാലും അവർക്ക് കൊടുക്കുന്ന ഡിസൈൻ കോസ്റ്റും മറ്റുമൊക്കെ തുച്ഛമായിരിക്കും. അതിനേക്കാൾ എത്രയോ ഇരട്ടി അവർക്ക് സർവീസ് അവരിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാന് തയ്യാറാക്കി നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനകത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി മെറ്റീരിയൽ എന്തൊക്കെയാണെന്നുള്ളത് ഇത്തരം ആളുകളിൽ നിന്ന് ഒരു അറിവ് കിട്ടും. അപ്പോൾ ഏത് തരത്തിൽ ബ്രിക്ക് ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള മരം ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള ഹാർഡ്വെയർ ഐറ്റംസ് ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള സാനിറ്ററി ഫിറ്റിങ്സ് ഉപയോഗിക്കണം. അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ആ ഒരു ലെവൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മറ്റത് അറിയാതെ അവർ പോയി കൂടുതൽ ഒന്നുകിൽ ഏറ്റവും ലോ ക്വാളിറ്റിയിലേക്ക് പോകും. ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്ത് കൺസീൽഡ് ആയിട്ട് വരുന്ന പ്ലംബിങ്, അതുപോലെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ, പ്ലംബിങ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ലോ ക്വാളിറ്റിയിലുള്ളോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പിന്റെ ഗ്രേഡ്, അത് എത്ര തിക്നെസ്, വ്യക്തമായിട്ട് ഒരു നല്ല കൺസൾട്ടന്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് വീട് പണിയുകയാണെങ്കിൽ അവർക്ക് ഇത് വളരെ പ്രയോജനം വരുന്ന ഒരു ലെവലിലോട്ട് പോകും. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ആ വരുന്ന കോൺട്രാക്ടറോ വർക്കേഴ്സിന്റെയോ ഐഡിയ വെച്ചിട്ട് അങ്ങ് ചെയ്തു പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ സൂക്ഷിച്ചാൽ സാമ്പത്തികം നമ്മളെ കയ്യിൽ ഒതുക്കി ഉള്ള ഒരു പണി കഴിയുമ്പോഴത്തേക്കാണ് 2 ഘടകമായി. ഇത് രണ്ടും പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഞാൻ പറഞ്ഞില്ലേ സന്തോഷം. മൂന്നാമത് വരണ ഈ സന്തോഷം കിട്ടണമെങ്കിൽ
ഈ ഒന്ന് നമ്മൾ ഉള്ള കയ്യിലുള്ള സാമ്പത്തികം വെച്ച് വീട് പണിയുക, രണ്ടാമത് അതിൻ്റെ പിന്നെ കറക്റ്റ് കാൽക്കുലേഷനിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോണോ മറ്റു കാര്യങ്ങളോ അറേഞ്ച് ചെയ്താൽ ലോണ് സമയത്ത് അടയ്ക്കാനും അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെയും ഐശ്വര്യമുള്ള ഒരു വാസ്തുശാസ്ത്രപരമായിട്ട് അതും കൂടെ നോക്കി ഒരു സന്തോഷമുള്ള ഒരു വീട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ഈ 3 സാ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ എപ്പോഴും അതാണ്, പലപ്പോഴും ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പലരും വീട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കും. എവിടെയെങ്കിലും നമുക്കറിയാവുന്നുള്ള ഒരു പ്ലാൻ അങ്ങോട്ട് വരച്ചിട്ട് അവർക്ക് വേറെ ഒന്നുമില്ല, പെട്ടെന്നൊരു പ്ലാൻ വരച്ച് അപ്രൂവൽ കൈ കിട്ടണം, സാക്ഷ്യം കിട്ടിയാൽ മതി, അത്രയും ചിന്തയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് മറ്റു കടകൾ നോക്കില്ല. ഏറ്റവും വലിയ ഒരു അപകടം പിടിച്ച പണിയെന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സാക്ഷ്യം വാങ്ങി അതിനെ ഏതെങ്കിലും ഒരു പിന്നെ ഈ ഡിസൈനർ അപ്രൂവൽ കിട്ടുന്ന ഡിസൈനെ കൊണ്ടുവന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് 2 ബെഡ്റൂമാണ്, ഹാള്, ഡൈനിങ്, കിച്ചൺ ഇത്ര വേണം. അപ്പോൾ അത് വരച്ചു കൊടുക്കും. ആ വരച്ചു കൊടുക്കുമ്പോൾ അവർക്ക് റൂമിൻ്റെ സൈസ് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ ഇതൊന്നും അറിയാനില്ല. അപ്പോൾ അത് അപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 2500. ഈ 2500 ഉറുപ്പിക ആ സ്ക്വയർ ഫീറ്റിൽ എത്ര ഉറുപ്പിക്ക് വീട് പിന്നെ തീരുമെന്നുള്ള അവർക്ക് അറിയാനും പറ്റില്ല. അത് കഴിഞ്ഞിട്ടാണ് അവർ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. പ്ലാന് സാക്ഷ്യം വായിക്കും. അത് കഴിഞ്ഞ് പണി തുടങ്ങുമ്പോൾ അയ്യോ ഇത് ഏരിയ കൂടിപ്പോയി, അല്ലെങ്കിൽ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ റൂം സൈസ് ചെറുതായിപ്പോയി, ഇത് ബെഡ്റൂം തീരെ ഞെരുങ്ങിപ്പോയി, അല്ലെങ്കിൽ വലുപ്പം കൂടിപ്പോയി. ആ സമയത്ത് അത് തന്നെ ബാത്റൂം നമുക്കൊരു എല്ലാത്തിനും ഒരു കറക്റ്റ് തീരുമാനം ഉണ്ടാവണം. അപ്പോൾ ബാത്റൂം തന്നെ വളരെ വിശാലമായിട്ട് ചെയ്യുന്നവരുമുണ്ട്, വളരെ പരിമിതമായ സ്ഥലം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ബഡ്ജറ്റിനെ ബാധിക്കുന്നതാണ്. കാരണം വലിയ ബാത്റൂം ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ബഡ്ജറ്റ് കൂടും. ഒന്ന് അതിൻ്റെ ഫ്ലോർ ഏരിയ കൂടും. ഫ്ലോർ ഏരിയ കൂടുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ വാൾട്ടൈലിൻ്റെ ഏരിയ കൂടും. പിന്നെ അത് അപ്പോൾ അതിൻ്റെ ഒരു സാധാരണ ഒരു ബാത്റൂം ചെയ്യേണ്ടതിൻ്റെ ഡബിൾ ആയിരിക്കും ഏരിയ കൂട്ടി ചെയ്യുമ്പോൾ. ശരി. അപ്പോൾ അതുകൊണ്ട് നമ്പേഴ്സ് ഓഫ് ബാത്റൂം ഒരു വീട്ടിൽ വളരെ കൂടുതൽ ബാത്റൂം ഉപയോഗിച്ചാലും ഇതിന് അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് നല്ല അറിവുള്ള പരിചയസമ്പന്നരായ ഒരു ആർക്കിടെക്റ്റോ എഞ്ചിനീയേഴ്സിനോ ആ കൺസൾട്ടൻറ്റിനോ ഇത് അവർക്ക് ബോധ്യപ്പെടുത്താൻ. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്ലാനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ ഒരു സമാധാനം, സന്തോഷം, ഞാൻ പറഞ്ഞില്ല അവസാനം ഇത് വരുന്നതെന്നുള്ളതാണ് ഞാൻ ഈ കാര്യം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സാർ, അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ വാസ്തുശാസ്ത്രപരമായ ഇത് നോക്കാതെ തന്നെ പലരും വീടുകൾ വെക്കാറുണ്ടല്ലോ. ഇപ്പം നേരത്തെ പാലക്കാട് നിന്നൊരു മാഡം വിളിച്ചിരുന്നല്ലോ, എൻ്റെ വീട് വെച്ചു അപ്പോൾ മകൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞൊരു മിത്തുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് എത്ര മാത്രം നമുക്കൊരു ഒരു അതോറിറ്റി ആയിട്ട് അതോറിറ്റി ആയിട്ട് എനിക്ക് പറയാം. അതിനകത്ത് ഉള്ള എൻ്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഈ ഒരു കേരളത്തിലായാലും പുറത്തായാലും അത് നോക്കാതെ ധാരാളം പേര് വീട് പണിയുന്നുണ്ട്. ഈ അങ്ങനെ പണിയുന്ന വീട് കോളറുണ്ട്. തിരിച്ചു വരാം. ഹലോ 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 ഗുഡ് ആഫ്റ്റർനൂൺ. എവിടുന്നാ മാഡം വിളിക്കുന്നത്? തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ട. ചോദിച്ചു. കഴിഞ്ഞ തവണ വിളിച്ചിരുന്നു. നോക്കിയാണ് എന്റെ വീട്. കാർഷെഡ് പിന്നെ വീടിന്റെ വലതുവശത്തായിട്ട്, അതായത് കന്നിമൂല എന്ന് പറയില്ലേ, അവിടെയാണ് കാർ ഷെഡ് വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പൊ ചെറിയ അസുഖ പ്രശ്നങ്ങളൊക്കെയാണ്. അത് എന്നൊരു അതിലേ ഇപ്പൊ നമുക്ക് സാധാരണ നമ്മളെ ഒരു വീട് പണിയുമ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറേ കോർണർ ഫ്ലോർ ലെവലിൽ നിന്ന് താഴ്ന്നു വരാതെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് ആ ഭാഗത്ത് കാർ ഷെഡ് പണിയരുതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫ്ലോർ താന്നല്ലേ വരുള്ളൂ. ബേസ്മെന്റ് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ മുറ്റത്തിന്റെ ലെവലായിരിക്കും കാർ കൊണ്ടിടുന്നത്. അതിൽ നിന്ന് നമുക്കൊരു ബേസ്മെന്റ് ഹൈറ്റ് വന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, തെക്ക് പടിഞ്ഞാറേ കോർണർ വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മൾ ഈ വാസ്തുവിദ്യയിൽ വിശ്വാസമുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ആ ഭാഗം കറക്റ്റായിട്ട് ഫ്ലോർ ലെവലിൽ ഒരുപോലെ വരിക. അപ്പോൾ അവിടെ താഴ്ന്നു വരുന്നത് അത്ര ഉചിതമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അത് ശാസ്ത്രത്തിൽ നമ്മൾ വ്യക്തമായി മാറ്റം വരുത്തണമെന്നാണ് സാർ പറയുന്നത്. അതെനിക്കറിയില്ല അവരുടെ വീട് എങ്ങനെയാണ്. അത് അവിടെ ചില സ്ഥലത്തൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ ഉള്ള പരിമിതമായ സ്ഥലത്ത് അവർക്ക് ഒരു വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇടാൻ പറ്റുള്ളൂ. കാരണം വഴി കാണൂല്ലല്ലോ. അപ്പോൾ അവർക്ക് ആ പടം ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ മേഡം, ഇപ്പൊ സാറ് പറയുന്ന മാതിരിയാണോ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ആണോ? ഹലോ ഹലോ അല്ല, നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫോൺ നമ്പർ പറയുന്നുണ്ട്. ഇതിന് സാറിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അതിന് താഴെ ഒരു 8 തുടങ്ങുന്ന ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ട്. അത് എഴുതി വെക്കുക. ഈ സാറ് തിരുവനന്തപുരത്ത് പട്ടത്താണ് സാറിൻ്റെ ഓഫീസ്, തേക്കുമുകളിലാണ്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് 1:30 ശേഷം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ സാർ അതിൻ്റെ വിശദമായിട്ട് ഇതിലോട്ട് കടക്കാം.
ഓക്കെ, ഏതായാലും വിളിച്ചതിന് നന്ദി. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. സാർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ. മാഡം, പേരും സ്ഥലവും ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം ചോദിച്ചോളൂ. എന്റെ സ്ഥലം കാര്യവട്ടം, ട്രിവാൻഡ്രം കാര്യവട്ടം. ട്രിവാൻഡ്രം. പേരെന്താ മാഡം? ഉഷാകുമാരി. ഉഷാ, മാഡം ചോദിച്ചോളൂ. സാർ, പിന്നെ ഞാൻ വീട് വെച്ചിട്ട് 1 വർഷം ആവുന്നു. എന്റെ കുടുംബ വീട് കൊടുത്ത് ഞാൻ വേറൊരു വീട് വെക്കായിരുന്നു. അപ്പം മകൾക്കാണ് കൊടുത്തത്. മകളാണ് അതിനെ വിറ്റ് മകളോട് അടുത്ത് വെച്ചത്. അപ്പൊ മകളുടെ ഇത് വെച്ച് നോക്കിയാണ് വീട് പണി ചെയ്തത്. മകളുടെ ജാതകത്തിന്റെ ഇത് വെച്ച്. എന്താണ് അറിയേണ്ടത്? സാർ, അത് എനിക്ക് പിന്നെ വന്നതിന്, ഞാനും എന്റെ ഹസ്ബൻഡും ഇവിടെ താമസം. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിന് ഒന്നും മാറി ഒരു അസൗകര്യങ്ങൾ, ഓരോ അസുഖങ്ങൾ വരുന്നുണ്ട്. അത് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതില് ഇതില് എനിക്ക് തോന്നുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിലെ കൂടെ ഞാനൊരു ചെറിയ വിഷയം പറയാം. ഇപ്പോൾ വീട് പണിയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളിൻ്റെ സമയവും ജാതകവും അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സമയം നിശ്ചയിക്കുന്നതും വീടിൻ്റെ പണിയൊക്കെ ആരംഭിക്കുന്നത്. അതിലൊന്നും വേറെ മറ്റ് ദോഷങ്ങൾ പിന്നെ ഭാവിയിൽ വരാൻ വഴിയില്ല. അതേസമയം വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ വീട് വയ്ക്കുന്ന ഗൃഹനാഥൻ്റെ നക്ഷത്രവും നമ്മൾ പണിയുന്ന വീട്ടിൻ്റെ നക്ഷത്രവുമായിട്ടൊക്കെ ഒരു പൊരുത്തം നോക്കാറുണ്ട്. അത് അത്ര വലിയ സീരിയസ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നമല്ല. മിക്കവാറും എല്ലാവരുടെയും ഒരു 16 എണ്ണം കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ദോഷമായിട്ട് വരില്ല. ഇപ്പോൾ ഇത് അതുകൊണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം പ്രോബ്ലം. ഒന്നുകിൽ വാസ്തു സംബന്ധിച്ച് ഒരു പൂർണ്ണമായിട്ട് കണക്കോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടാവും. അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലായിട്ട് ഒന്ന് ഓഫീസിൽ വന്ന് എന്നെ ഏതെങ്കിലും സമയത്ത് വന്ന് കണ്ടാൽ മതി, ഞാൻ നോക്കിയിട്ട് പറയാം. ഹലോ മാഡം, ഇതിനകത്ത് സാറിൻ്റെ നമ്പർ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് സാറിൻ്റെ ഓഫീസ് തേക്കുംമൂടിലാണ്, പട്ടം തേക്കുംമൂടിലാണ്. കാരണം പരിപാടിയിൽ നമുക്ക് ധാരാളം കോൾസ് വരുന്നുണ്ടേ, ഒരുപാട് അങ്ങോട്ട് വിശദമായിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാറിനെ ഒന്ന് വിളിച്ചോളൂ, സാർ അത് വിശദമായിട്ട് പറഞ്ഞു തരും. താങ്ക് യു, വിളിച്ചതിന് നന്ദി. സർ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നില്ല, അപ്പം ഈ ഒരു കറക്റ്റായിട്ട് ഒരു ബഡ്ജറ്റ് തീരുമാനിക്കുമ്പോൾ ഈ പല ഘടകങ്ങളും അപ്പോൾ എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കൺസൾട്ടൻറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റും കയ്യിലുള്ള ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീട് പണിയാന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാകുന്നത്. അത് തന്നെ ഓരോ ആളുകളുടെയും സൗകര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ്മാൻ, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളിൻ്റെ വീട് പ്ലാൻ തയ്യാറാക്കും പോലെ അല്ല ഒരു ഡോക്ടറുടേത്. അത് ശരി, അങ്ങനെയുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർ കൺസൾട്ടേഷൻ റൂം ഉണ്ടാവണം. അത് മാത്രമല്ല അവര് തിരക്കി വരുന്ന പേഷ്യൻസും മറ്റാളുകളും വിസിറ്റേഴ്സും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ ക്രമീകരിച്ചിട്ടായിരിക്കും ആ വീടിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. സാധാരണ വീട്ടിൽ അതേസമയം ഒരു ഗവൺമെന്റ് എംപ്ലോയി, അവർക്ക് ഇപ്പോൾ 2 വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും ഒരു എംപ്ലോയി അവർ ഇല്ല. അപ്പോൾ അവരുടെ സൗകര്യങ്ങൾക്ക് മുൻ അപ്പോൾ അതെങ്ങനെയാണ് ഗവൺമെൻറ് എംപ്ലോയിയുടെ സൗകര്യം ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ, ഇവർക്ക് വളരെ തിരക്ക് പിടിച്ചായിരിക്കും. രാവിലെ എണീറ്റ് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്ത് പാചകം ചെയ്ത് ഓരോ കുട്ടികളെ കൊണ്ട് സ്കൂളിലാക്കണം, മറ്റു എല്ലാം തിരക്ക് പിടിച്ച ഒരു ലൈഫാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കണം ആ വീട്ടിനകത്ത് നമ്മൾ ഇൻറ്റീരിയറിൽ കാണേണ്ടത്. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ എടുക്കുക, അതുപോലെ വയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ ഒരു കിച്ചൻ്റെ സൗകര്യം കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ കിച്ചൺ ആയിരിക്കില്ല ഒരിക്കലും ഒരു എംപ്ലോയി, ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ സർവീസിലുള്ള ആളുടെ പാടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അതാണ് അതിനാണ് ഇപ്പോൾ പരിചയം, നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ വീട് അവർക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. അത് ശരി സാർ, നമുക്ക് ആരാ നോക്കട്ടെ. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, പറഞ്ഞോളൂ. എന്താ പേരെന്താ? എന്റെ പേര് സുനിൽ എന്നാണ്. മിസ്റ്റർ സുനിൽ സാർ, സ്ഥലം എവിടെന്നാ? കോട്ടയം. ഹലോ, കോട്ടയത്ത് നിന്ന് വിളിക്കുന്നു. ചോദിച്ചോളൂ സാർ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ ഒരു പോർഷൻ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്. താന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു റിനോവേഷന് വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ റിനോവേഷൻ നോക്കുമ്പോൾ ഒരു കണ്ടാണ് പറഞ്ഞ അതിന് നമ്മൾ മേലിൽ പണിയുമ്പോ, മേലിലോട്ട് മുറി പണിയുമ്പോ അത് ഒരു ലെവലായിട്ട് ഇരുന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മതിയാവുമോ? അതില് നമുക്കൊരു ഇപ്പൊ 1 നിലയാണ് 2 നിലയാണ് വീട് പണിതിരിക്കുന്നത്? ഇപ്പൊ 1 നിലയാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു ഫ്ലോറോടെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്?
അതെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാധാരണ ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്നുകിൽ പടിഞ്ഞാറ് വശവും കിഴക്ക് വശവും കൂടെ വരത്തക്ക രീതിയിൽ റൂം അറേഞ്ച് ചെയ്യണം. സാധാരണ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ റൂമുകൾ എടുക്കുമ്പോൾ ഒന്നുകിൽ തെക്ക് വശം ഉയർത്തിയെടുക്കുക, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം. ഇത് രണ്ടും കൂടെ ചേർത്തും എൽ ഷേപ്പിലും എടുക്കാം. ഒരിക്കലും ഈ പടിഞ്ഞാറും തെക്കും ഒഴിവാക്കിക്കൊണ്ട് കിഴക്കും വടക്കും റൂമുകൾ എടുക്കരുത്, അത് ദോഷമാണ്. ശരി. അപ്പൊ അതാണ് അതിന്റെ ശാസ്ത്രം. അത് അങ്ങനെയാണ് നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പണ്ടുകാലം മുതലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇന്നൊന്നും ഉള്ളതല്ല, പടിഞ്ഞാറ്റിനെയും തെക്കിനെയും ഉയർത്തിയ മന്ദിരങ്ങളാണ് കേരളത്തിൽ. അല്ലെങ്കിൽ എവിടെ നോക്കിയാലും രണ്ടാമത്തെ നില വന്നിരിക്കുന്നത്. ഒരിക്കലും വടക്കിനെയും കിഴക്കിനെയും ഉയർത്തി കാണില്ല. മൊത്തത്തിലെടുക്കാം, മൊത്തത്തിലെടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു പോർഷനാണ് എടുക്കണമെങ്കിൽ പടിഞ്ഞാറ് ഇവർക്കിപ്പോ മേളിലല്ലേ ചെയ്യണം, മുകളിൽ ചെയ്യാം. പടിഞ്ഞാറ് ഭാഗവും തെക്ക് വശം ആദ്യം എടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെറസ് കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ നിലയിൽ ഇപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട്, അവർക്കൊരു 800 സ്ക്വയർ ഫീറ്റ് മുകളിലാണെങ്കിൽ ഈ 800 സ്ക്വയർ ഫീറ്റ് എടുക്കണം ഈ പോർഷനിൽ ക്രമീകരിച്ച് റൂം കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റെയറും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഹലോ മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ഇല്ല ഇല്ല, അത് വരില്ല. സാർ കാര്യം ചെയ്തോളൂ, ഞങ്ങളുടെ ഒരു മെയിൽ ഐ ഡി ഉണ്ട്, ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്യൂ. vastubavanam@gmail.com. വാസ്തുഭവനം @gmail.com. അതിലോട്ട് സാർ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ നേരത്തെയുള്ള എക്സിസ്റ്റിംഗ് ഒരു ഡ്രോയിങ് ഉണ്ടാവുമല്ലോ, അതും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാനിങ്ങിന് ഡ്രോയിങ് ഉള്ളത്, ഇത് രണ്ടും കൂടി സാറിന് മെയിൽ ചെയ്യുക. അല്ലെങ്കിൽ സാറിന്റെ നമ്പർ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാറിനെ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, അത് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് സാറിനെ ഫ്രീ ആയിട്ട് വൈകുന്നേരം വിളിച്ചാൽ സാറ് കൂടുതൽ വിവരം, കാരണം പ്രോഗ്രാം ലിമിറ്റഡ് ടൈം ആയതുകൊണ്ടേ നിങ്ങൾക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ഏതായാലും വിളിച്ചതിന് നന്ദി. ഈ പരിപാടി അവസാനം വരെ കാണുക. താങ്ക് യു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരേ കണക്കിനല്ല കാണണം. ആരാണ് ആ വീട് ഉപയോഗിക്കുന്നത്, അപ്പൊ അവരുടെ അഭിരുചിയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ. അത് ഡിസൈനറുടെ കഴിവാണ്. അങ്ങനെ ഡിസൈനറും ആ വീട്ടുടമസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് അവരുടെ താല്പര്യങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ ചെന്ന സ്ഥലം കൊണ്ടു വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ ചോദിക്കും. അപ്പോൾ ആദ്യം അവർ അതിനകത്തൊരു കുറച്ച് കാര്യങ്ങൾ പറയും, നമുക്കിതറിയാം. കുറച്ച് കാര്യങ്ങൾ പറയാം. അവർ ആദ്യം 2 ബെഡ്റൂം കുട്ടികൾക്ക് എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഏരിയ, അപ്പോൾ ഇതെല്ലാം ഏരിയ എപ്പോഴും അവർ പറഞ്ഞില്ല. ഇത് വലിയ റൂം വേണം, എനിക്ക് വലിയ റൂം വേണം, ഇത്ര നീളം വേണം, അതൊന്നും പറയത്തില്ല. അത് പറയും ഇത് വരച്ച്. അപ്പം നമ്മൾ ആ സൈസൊക്കെ ഇട്ട് വരയ്ക്കും. അയ്യോ ഇത് ഏരിയ കൂടി, ഇപ്പോൾ നമുക്ക് ഇതിനുള്ള ബഡ്ജറ്റ് ഇല്ല, അന്ന് രണ്ടാമത് പറയും. അപ്പൊ നമ്മളത് സൗകര്യം. അപ്പൊ നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വരയ്ക്കണം. അപ്പൊ അവരുടെ പറഞ്ഞ സാധനം കുഴപ്പമില്ല, നമുക്കൊരു പ്ലാനോടെ മാറ്റി വരയ്ക്കാമല്ലോ. ഇപ്പൊ പണിതില്ലല്ലോ. ഇപ്പൊ വീട് നമ്മൾ കൺസ്ട്രക്ഷനിൽ ഇത് ഒന്നും അറിഞ്ഞുകൂടാതെ കൊണ്ടുവന്ന് ഇതിന്റെ ബേസ്മെന്റ് കെട്ടിയിട്ടിട്ട് ചിന്തിച്ചാലോ എന്താ അപകടമാണ്. മറിച്ച് നമുക്ക് ഒരു അരമണിക്കൂറൂടെ നമുക്ക് ഒരു ഡിസ്കഷന്റെ കാര്യമില്ലേ ഉള്ളൂ. അപ്പോൾ ആ ഉടനെ തന്നെ അവരുടെ ബഡ്ജറ്റും ഈ പറഞ്ഞ എല്ലാം കൂടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈ ആയി. തീർച്ചയായിട്ടും അവരുടെ ബഡ്ജറ്റിനകത്ത് വീട് പൂർത്തിയായി, അത് ഭംഗിയായിട്ട് തീർന്നു, അവർക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടന്നു, ഉത്തമമായ ഒരു ദിവസം നോക്കി. എല്ലാം വേണ്ടത് ഈ പറഞ്ഞ മാതിരി സമാധാനമായിട്ട് ചർച്ച ചെയ്ത് അതാണ് പറഞ്ഞ 3 സഹായം കൂടെ പരിഗണിച്ചിട്ട് വേണം പോവാൻ. അതിൽ 1 സൗകര്യം, സാമ്പത്തികം, സന്തോഷം. ഈ സന്തോഷം കിട്ടണമെങ്കിൽ മറ്റു 2 ഘടകങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യണം. കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, പേരും സ്ഥലവും ഒന്ന് പറയാമോ? നെയ്യാറ്റിൻകര. പേരെന്താ സാർ? രാജേഷ് സാർ, ഇപ്പൊ ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ വീട്ടില് ബെഡ്റൂമും ബെഡും അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അതിൽ വേറെ ഇതൊന്നുമില്ല. നമ്മൾ ബെഡ്റൂം നമുക്ക് പൊസിഷനൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു വീട് പ്ലാന് തയ്യാറാക്കുമ്പോഴത്തേക്ക് ബെഡ്റൂം ഏറ്റവും നല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബെഡ്റൂമിന് ഏറ്റവും ഉത്തമമായ സ്ഥാനം അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൊടുക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ബെഡ്റൂമിന് ഉപയോഗിക്കാവുന്ന ഒരു രാശി അതാണ് തെക്ക് പടിഞ്ഞാറേ മൂല. അപ്പോൾ കന്നി
കന്നിയിലുള്ള. അപ്പോൾ അത് പലർക്കും സംശയങ്ങളുണ്ട്, കന്നിയിൽ കിടക്കാമോ, കന്നിയിൽ ഇനി ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാമോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏറ്റവും നമുക്ക് എനർജിയുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം ഈ ബെഡ്റൂം അവിടെ വരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മുറിക്കൊക്കെ അളവുകളുണ്ട്. ഇപ്പം നമുക്ക് എന്താണ് വേറെ അറിയേണ്ടത്? ഒരു കാര്യം കൂടെ, ബെഡ്റൂമിൽ തന്നെ ബെഡ് നമ്മൾ അതെ, അത് കട്ടിലിടുന്ന അതെ കട്ടിലിടുന്നതിന് നമ്മളെ തലേണ വെച്ച് തല കിടക്കുന്നതിന് വാസ്തുശാസ്ത്ര പ്രകാരം 2 ഡയറക്ഷനാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. ഒന്ന് തെക്കോട്ട് തല വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്ത് കട്ടിലിട്ടിട്ട് ആ ഭാഗത്ത് തലേണ വെച്ച് കിടക്കുന്നത് ഏറ്റവും ഉത്തമം. കിഴക്കും നല്ലതാണ്. പടിഞ്ഞാറ് നിവർത്തിയില്ലെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. വടക്കോട്ട് ഒട്ടും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വടക്കോട്ട് തലവയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ശാസ്ത്ര അടിസ്ഥാനമായിട്ട്. അപ്പോൾ അത് നമ്മളെ ഭൂമിയുടെ മാഗ്നറ്റിക് ഡയറക്ഷൻ നമുക്കും ഉണ്ട്, നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പം നമ്മുടെ ഹെഡ് എന്ന് പറഞ്ഞ നോർത്ത് ഡയറക്ഷനും ഭൂമിക്കും അതേ ഡയറക്ഷൻ, രണ്ടും ഒരേ സെയിം ഡയറക്ഷൻ. അതെ, നമ്മൾ വടക്കോട്ടാണ് തല വെച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളും നമ്മുടെ ഹെഡിന്റെ നോർത്ത് പോളും കൂടെ വികൃഷ്ണമല്ലേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ മാനസികമായിട്ടും നമ്മൾ ഇതെല്ലാം നമുക്ക് ഇത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് തല വെച്ച് കിടക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ട് അതിന്. മനസ്സിലായല്ലോ? ഓക്കെ സാർ, ഓക്കെ. വിളിച്ചതിന് നന്ദി. ഈ പരിപാടി എല്ലാ ആഴ്ചയും കാണുക. താങ്ക് യു സാർ. അപ്പൊ ഞാനിത് ചോദിക്കാണ്ടിരുന്നതാണ്. അപ്പൊ നമുക്കൊരു ബെഡ്റൂമില് നമ്മൾ വടക്കോട്ട് തല വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം ഞാൻ പറഞ്ഞില്ല, വളരെ എല്ലാവർക്കും അത് ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പൊ അതറിയാം. നോർത്ത് പോൾ. അപ്പൊ നമുക്ക് ആലോചിച്ച് ഒരു കോമ്പസ് എടുത്ത് നമ്മളൊന്നും വേണ്ട, ഒരു പറമ്പ് നമ്മളൊരു കോമ്പസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് തെക്ക് വടക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കുന്നത്? ആ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ടല്ലേ, മാഗ്നറ്റിക് പവർ കൊണ്ടല്ലേ. അതുപോലെ നമ്മളെ ശരീരത്തിലും അതുണ്ടല്ലോ. നമ്മളെ ബ്ലഡിലും ഈ 2 ഇത് ഡയറക്ഷനും ഉണ്ട്. അപ്പൊ അതില് തലയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ നോർത്താണ്. അപ്പോൾ ആ നമ്മള് പാദം ഇരിക്കുന്ന സൗത്തും മറ്റേ നോർത്തുമാണ്. അപ്പൊ ഇതിന്റെ ഈ 2 ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ മെമ്മറിയെ വരെ ഇത് ബാധിക്കത്തില്ലേ? അപ്പൊ നമ്മൾ 8 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരേ ദിവസം നമ്മൾ തുടർച്ചയായിട്ട് 8 മണിക്കൂറോളം നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കിടക്കുന്ന സമയം അത്രയും നമ്മളെ ഈ ബ്രെയിനിനെ ഇത് ബാധിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും കാലക്രമേണ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വടക്കോട്ട് തല ചിത്തഭ്രമം എന്ന് വെച്ചാൽ പ്രാന്ത് പിടിക്കുമെന്നാ പറയുന്നത്. ഭയപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. അത് കാരണം ഈ പൂർവികർക്ക് ഈ ശാസ്ത്രം എഴുതിയ സമയത്ത് അവർക്ക് ഈ കാരണവന്മാർക്ക് ഒരു സ്വഭാവം ഉള്ളത്, ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പറയില്ല. കാരണം കൊണ്ടാണ് അവര് നമ്മളെ വേറൊരു ലൈനിൽ നമ്മളെ ചിന്തയിൽ കൊണ്ടും ഭയപ്പെടുത്തും. അപ്പൊ വടക്കോട്ട് തല വെച്ചാൽ പ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് കിടക്കും. മനസ്സിലായി? മരണച്ചുറ്റെന്നും പറഞ്ഞൊരു സമ്പ്രദായം എഴുതി വെച്ചിട്ടുണ്ട് അളവുകൾക്ക്. അപ്പൊ അതില് ഇത്ര അളവ് മുതൽ ഇത്ര വരെ മരണം എന്നുള്ള ഒരളവാണ്. ഈ മരണം എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കുന്നല്ല, ആ അളവ് നെഗറ്റീവ് എനർജി ക്രിയേറ്റ്. അപ്പൊ അങ്ങനെ അത് ഒഴിവാക്കി ഉള്ള സ്പേസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ആ മുറികളുടെ കണക്കും അതിൽ വരും. ഇപ്പോൾ നമ്മൾ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു റൂം വീട് വയ്ക്കുമ്പോൾ ബെഡ്റൂമിന് ഒരു ചുറ്റളവ് കൊടുക്കും, കിച്ചണ് കൊടുക്കും, ഹാളിന് കൊടുക്കും, ഈവൻ ബാത്റൂമിന് ഒരു അളവ് കൊടുത്ത് പൂജാമുറി എല്ലാത്തിനും കോലിൽ ഒരു ഈ വാസ്തുശാസ്ത്ര പ്രകാരമായിട്ടുള്ള ഒരു അളവ് കൊടുത്ത് ചെയ്യുമ്പോഴാണ് ആ വീട്ടിൽ മാക്സിമം എനർജി ഉണ്ടാവും. അല്ലാതെ വരുമ്പോഴത്തേക്ക് നെഗറ്റീവ്. അത് ഞാൻ എൻ്റെ ഒരു 10-20-22 വർഷം കൊണ്ടുള്ള റിസർച്ച് പോലെ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റാത്ത വീടുകളിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ചിലയിടത്ത് അത് പാലിക്കാൻ പറ്റില്ല. ശരി, കാരണം പരിമിതമായ സ്ഥലങ്ങൾ. അപ്പൊ അവിടെ എന്തായാലും അതിൻ്റെതായ നെഗറ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഉറപ്പാണ്. നേരത്തെ നമുക്ക് കലക്കൂട്ടത്തുനിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ആൾക്കാരുടെ സംശയങ്ങളെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയല്ല. നമ്മളിതിനെ ഒരു അന്ധവിശ്വാസത്തിന്റെ തലത്തിൽ കൊണ്ടുപോകാതെ അതിന്റെ വസ്തുത അതിനകത്ത് ഇന്ന കാരണം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരളവ് ഞാൻ ഉദാഹരണത്തിന് 20:8 എന്ന് പറഞ്ഞ ഒരു ബെഡ്റൂമിന്റെ അളവാണ്. സാധാരണ ഞാൻ വരയ്ക്കുന്ന പ്ലാനിലൊക്കെ മിക്കവാറും ആ അളവ് കൊടുക്കാൻ ശ്രമിക്കും. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 12x12 സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 366x360 12 അടി 12 സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ ഒരു സാമാന്യ ഒരു നല്ല ബെഡ്റൂമാണ്. അതിനെ നമുക്ക് ദീർഘ വ്യത്യാസം കൊടുക്കാം. ഈ 366-നെ നമുക്ക് 354x378 ആക്കാം, 402x330 ആക്കാം. അപ്പോൾ ആ ഷേപ്പ് അനുസരിച്ച്, കാരണം അങ്ങനെയാണല്ലോ പ്ലാൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം 28-ന്റെ ഒരു കണക്കാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. പേരും സ്ഥലവും ഒന്ന് പറയാമോ? പേര് സ്ഥലം പറഞ്ഞോളൂ.
ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കണം, മണ്ണന്തല. ട്രിവാൻഡ്രം മണ്ണന്തല. ഓക്കെ, ചോദിച്ചോളൂ. സാറ് ചോദിക്കാനുള്ളത്, നമ്മള് ബെഡ്റൂമിൽ കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അതെ. അപ്പൊ അത് ഇപ്പൊ നമ്മളൊരു റൂമിന്റെ അകത്താണെങ്കിൽ അതിപ്പോ കിഴക്കോട്ട് കിടന്നാൽ പ്രശ്നമുണ്ടോ? കിഴക്കോട്ട് തല വെച്ച് കിടക്കാമല്ലോ. കിഴക്കോട്ട് തല വെച്ച് കിടക്കാൻ പറ്റില്ല, ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ. കിഴക്കോട്ടും തെക്കോട്ടും ധൈര്യമായിട്ട് കിടക്കാം. പടിഞ്ഞാറ് ഒരു നിവൃത്തിയില്ല. നമുക്ക് ചില സ്ഥലത്ത് പടിഞ്ഞാറേ കട്ടിലിട്ട് കിടക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് കിടക്കുന്നതുകൊണ്ട് വലിയ ദോഷമില്ല. എന്നാലും മറ്റേന്റെ അത്ര ഒരു ഗുണം വരില്ല. വടക്കോട്ട് പോയിട്ട് പാടില്ല എന്നുള്ളതേ ഉള്ളൂ. വടക്കോട്ട് പാടില്ല, അത്രേ ഉള്ളൂ. കിഴക്ക് ധൈര്യമായിട്ട് വയ്ക്കുക. അത് അതിനകത്ത് ഞാൻ പറഞ്ഞ ഈ ഇത് തന്നെയാണ് നമ്മുടെ പിന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന കാന്തിക ആ മാഗ്നറ്റിക് പവറാണ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ശാസ്ത്രീയമായിട്ട് വളരെയധികം ആൾക്കാരത് റിസർച്ച് ചെയ്ത് തെളിയിച്ച ഒരു കാര്യമാണ്. അപ്പോൾ കഴിവതും വടക്കോട്ട് തലവെച്ച് കിടക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. അങ്ങനെ സ്ഥിരമായിട്ട് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് ഒരു തുടർച്ചയായിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെമ്മറി, നമ്മുടെ ഇതിൻ്റെ ചിന്തയ്ക്കും എല്ലാത്തിനും പ്രവർത്തന ഉന്മേഷം കുറയും. ആദ്യം പ്രവർത്തനത്തിന് മന്ദീഭാവം ഉണ്ടാവും. അതോടൊപ്പം തന്നെ പിന്നെ ഈ ശാസ്ത്രത്തിൽ പറയുന്നതുമല്ല, നമുക്ക് എന്താ ഒരു വല്ലാത്തൊരവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് എനർജിയുടെ സ്ഥലങ്ങളാണ് ഈ വടക്ക് എന്നൊക്കെ പറയുന്നത്. അതായത് വളരെ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുന്ന മാതിരിയാ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാഡം? ഓക്കെ, താങ്ക് യു. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് സമയമായിരിക്കുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഹലോ, വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പരിപാടി നിങ്ങൾക്കായി ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത വാസ്തു ബിൽഡറായ അർജുൻ അസോസിയേറ്റ്സ് ആണ്. അവരോടൊപ്പം തന്നെ സെറാ സ്റ്റൈൽ ഗാലറി, സരസ്വതി എന്റർപ്രൈസസ് ആൻഡ് APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, അതോടൊപ്പം ലക്ഷ്മി ഇലക്ട്രിക്കൽസ് തിരുവനന്തപുരം. സർ, നമുക്കപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നത്, ഇന്ന് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഈ ബെഡ് ഈ നോർത്ത് പോൾ സൗത്ത് പോൾ ആണ്. വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം. നമുക്കൊരു കോളർ ഉണ്ട്. ആയിക്കോട്ടെ. ഹലോ. ഹലോ മാഡം, പേരും സ്ഥലവും ഒന്ന് പറയാമോ? കോട്ടയം. കോട്ടയം. ചോദിച്ചോ മാഡം, പെട്ടെന്ന് ചോദിക്കും. സാറേ, ഞങ്ങളുടെ ഈ ബെഡ്റൂമിന്റെ കിഴക്ക് വശത്ത് വടക്ക് തെക്ക് കിഴക്കേ ഭാഗത്താണ് ബാത്റൂം വന്നിരിക്കുന്നത്. അതുകൊണ്ട് വല്ല ദോഷമുണ്ട് സാറേ? തെക്ക് കിഴക്കേ ഭാഗത്ത് ബാത്റൂം വരുന്നതുകൊണ്ട് വേറെ ശാസ്ത്രപ്രകാരം ദോഷമായിട്ട് കാണേണ്ടതില്ല. പിന്നെ കഴിവതും ആ കോർണറിൽ ഒരു ടോയ്ലറ്റ് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഡ്രസ്സ് വല്ലതും കൊടുത്ത് ചെയ്യുന്നതാണ് ഉചിതം. എന്ന് വിചാരിച്ച് അവിടെ വന്നെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഒരു ദോഷമായിട്ട് അത് പറയാൻ പറ്റില്ല. ആവാം, അത് കുഴപ്പമില്ല. തെക്ക് കിഴക്ക് ബാത്റൂം. പക്ഷെ അതിനകത്ത് നമ്മൾ ശാസ്ത്രം പറയുമ്പോൾ എന്തുകൊണ്ട് അവിടെ അല്പം ഒരു മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമാണ്. ഇത് അഗ്നി എന്ന് പറയുന്ന ഒരു കോർണറാണ് ഈ തെക്ക് കിഴക്കെന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എപ്പോഴും നമ്മൾ ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളതല്ലേ ബാത്റൂം. അപ്പോൾ അവിടെ ഒരു കോർണറിൽ കൊണ്ടുവന്ന് ബാത്റൂം കൊടുക്കുമ്പോൾ ആ എഫക്റ്റ് എപ്പോഴും നമ്മളൊരു വീട് വാസ്തുവിദ്യ അനുസരിച്ച് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി, നമുക്ക് ഒരു ഊർജ്ജം ആ വീട്ടിനകത്ത് കിട്ടണം. അതിന് വേണ്ടുന്ന ഘടകങ്ങളാണ് നമ്മൾ ഈ വാസ്തുവിൽ പറയുന്നത്. ഇത് പലപ്പോഴും അത് ഉൾക്കൊള്ളാതെ ആണ് ഈ അബദ്ധങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ആ ഒരു പരിഗണന അവിടുത്തെ അഗ്നി മൂല. അപ്പോൾ ആ അഗ്നിയിൽ ജലവും തമ്മിൽ ശത്രുതയല്ലേ. ശരിക്കും അഗ്നിമൂലയിൽ അടുക്കള കൊടുക്കുക. അപ്പോൾ കഴിവതും ആ കോർണറിൽ കൊണ്ടുവന്ന് ഒരു ടോയ്ലറ്റ് കൊടുക്കാതെ ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അവിടെ ഒരു ഡ്രൈ ഏരിയ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞതാണോ? ഹലോ, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ഇത് നീ അരിച്ച് അവിടെ ടോയ്ലറ്റ് വന്നത് കൊണ്ട് വേറെ വലിയ ദോഷമായിട്ട് കാണേണ്ടില്ല. ഇങ്ങനെ കുറച്ചുകൂടെ ഉചിതം ആ കോർണർ നമ്മൾ ഒരു ഡ്രസ് ഏരിയ കൊടുത്തിട്ട് അല്പം ഒന്ന് മാറ്റിയിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. ഈ പരിപാടി അവസാനം വരെ കാണുക. താങ്ക് യു. സാർ, അപ്പോൾ ഈ അഗ്നി കോൺ സാധാരണ അടുക്കളയല്ലേ പൊതുവെ നമ്മൾ? ഞാൻ കഴിഞ്ഞ ഇതിൽ പല സംശയങ്ങൾ ചോദിച്ചത് നമുക്ക് അടുക്കളയ്ക്ക് 3 സ്ഥാനം ഉണ്ടെന്നല്ലേ. പർജന്യ, പാചനാലയം, വാമേശി എന്നാണ്. പർജന്യ, പാചനാലയം, ശിഗ്നി മീൻസ് അഗ്നി. പർജന്യ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗം. അപ്പൊ പർജന്യ പദത്തിലോ അഗ്നി പദത്തിലോ വായുകോടിലോ വാമേശ് വായുകോണിലോ മേടൻ രാശിയിലോ ഒക്കെ അടുക്കള പണിയാന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ശ്ലോകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് പർജന്യമല്ലേ, രണ്ടാമതിൽ അഗ്നി വരുന്നത്, വായുകോണിലും അടുക്കള പണിയാം. അപ്പൊ അതിന്റെ ഓർഡറിലാന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ 3 പാചകശാല ഉണ്ട് എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മൾ അടുക്കള എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പാചകം ചെയ്യുന്നില്ലേ, പാചകം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം?
അഗ്നി വേണം, അഗ്നി വേണം, ജലം വേണം, വായു വേണം. ഈ മൂന്നും വേണം. അപ്പൊ ഈ മൂന്ന് ഉള്ള സ്ഥലത്ത് അഗ്നി അതാണ് ആ ശാസ്ത്രത്തിൽ അഗ്നി പറഞ്ഞത്. ശരി ശരി. നമുക്ക് വായു ഇല്ലാതെ ഈ മൂന്നും ഉണ്ടെങ്കിൽ അടുക്കള നമുക്ക് പാചകം ചെയ്യാൻ പറ്റുള്ളൂ. അഗ്നി വേണം, ജലം വേണം, വായു വേണം. ജലവും വേണം. അപ്പൊ ഈ മൂന്ന് സാന്നിധ്യം അവിടെ ഉള്ളിടത്ത് നമുക്ക് പാചകശാല ചെയ്യുന്നതിന് തെറ്റില്ല എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പലരും അഗ്നികോണിൽ മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ പറയാം. തെറ്റാ. അതിനെപ്പറ്റി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശാസ്ത്രം നന്നായിട്ട് പഠിക്കുകയും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വിലയിരുത്തി അതിനെ ഒരു ഗവേഷണ ബുദ്ധിയോട് പഠിച്ചതിന് ശേഷം നമ്മൾ ഈ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. ഇതങ്ങനെയല്ല. ഇപ്പൊ പെട്ടെന്ന് വാസ്തു എന്ന് പറഞ്ഞ ഒരു 6 മാസത്തെ കോഴ്സിന് പോകും. 6 മാസത്തെ കോഴ്സിന് പോയിട്ട് അവിടെ നിന്ന് വാലും തുമ്പൊക്കെ ശകലം പഠിക്കും. ഉടനെ വാസ്തുവിദ്യ വിദഗ്ധനായി. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ഇതിന്റെ അപകടം വളരെ വലുതാണ്. നിരപരാധിയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. അവർക്ക് ഭയപ്പാടുണ്ടാക്കും. ഭയപ്പാടുണ്ടാക്കിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നോക്കാതെ സാധാരണ ഒരു 2 സെന്റ് 3 സെന്റ് 5 സെന്റ് ഉള്ള ആൾക്ക് വീട് പണിയണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അവർ ഈ അപ്പൊ എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്ന ഒരു കുഞ്ഞിന് ഒരു പനി വന്നാലും ഒരു തലവേദന വന്നാലും ഇതാണ് അങ്ങ് വിശ്വസിച്ചു. അല്ല, മാത്രമല്ല 2 സെന്റിലൊന്നും ഈ പറഞ്ഞ മാതിരി 100% അത് നമ്മൾ അതിന്റെ ശാസ്ത്രം പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മറുവശം കൂടെ പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കടമയായിട്ട് നമ്മൾ കാണണം. നമ്മൾ ഏത് ശാസ്ത്രം എടുത്താലും ശരി, അത് ജ്യോതിഷമായാലും ശരി, ആയുർവേദമായാലും ശരി, വാസ്തു ആയിരുന്നാലും നമ്മൾ ശാസ്ത്രത്തിന് നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വളരെ ഗവേഷണ ബുദ്ധിയോടുകൂടി പണ്ടത്തെ ആചാര്യന്മാർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പഠിക്കുക, അതേപടി അങ്ങ് വിഴുങ്ങരുത്. അതിനകത്ത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു ഞാനിപ്പോ ഈ പറഞ്ഞത് പാചകശാല എൻ്റെ അടുത്ത് പലരും വന്ന് തർക്കിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ അടുക്കളയുടെ സ്ഥാനം തെറ്റാണ്, ഇത് ഇങ്ങനെ അല്ല, അവിടെ പിന്നെ വടക്ക് കിഴക്കേ ഭാഗത്ത് അടുക്കള കൊടുക്കാറില്ലല്ലോ, തമിഴ്നാട്ടിൽ ചെന്ന കന്നി അവിടെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം പോലെ അവർ മനസ്സിലാക്കുന്ന, കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടുക്കളയുടെ സ്ഥാനം വരുന്ന വടക്ക് കിഴക്കാണ്. കാരണം നമ്മളെ ഭൂപ്രകൃതിയും കാലാവസ്ഥ അതിന് അനുയോജ്യമാണ്. കടലിന്റെ ഇത് മറ്റേ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഇതിന്റെ ദിശ മാറിയില്ല, കടൽ മാറി. അപ്പോൾ അവിടെ കാറ്റിന്റെ ദിശ മാറുമ്പോൾ മറ്റിടത്താണ് സൗകര്യം. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ അങ്ങ് വെറുതെ പറയുക, തട്ടിവിടുകയാണ്. നമുക്ക് അങ്ങനെയല്ല. 3 സ്ഥാനത്തുണ്ട്. 3 സ്ഥാനം പറയാനുള്ള അതിൻ്റെ ഗവേഷണ ബുദ്ധിയോടുകൂടി ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്, ഇതിന് ഒരു അടുക്കള പാചകം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ആ 3 കാര്യങ്ങൾ ഉള്ളിടത്ത് അടുക്കള പണിയാന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഹലോ. ഇന്ന് നമുക്ക് സാറ് വളരെ ഈ പറഞ്ഞ മാതിരി ഓരോ എപ്പിസോഡും പുതിയ പുതിയ അറിവുകളുടെ കലവറ ശ്രീ അർജുൻ സാറ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാ വ്യാഴാഴ്ചയും ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അടുത്ത വ്യാഴാഴ്ച കൃത്യം 12:30 വീണ്ടും വളരെ വിദഗ്ധമായ അല്ലെങ്കിൽ എന്താ പറയുക പുതിയ പുതിയ അറിവുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.